അർജുൻ നായങ്കിക്കെതിരെ കസ്റ്റഡി അപേക്ഷ നൽകാനും കാപ്പ ചുമത്താനുമുള്ള ശക്തമായ നിയമ നടപടികളുമായി കണ്ണൂർ സൈബർ പോലീസ്. എന്റെ ജീവൻ നശിപ്പിച്ച ആളായതുകൊണ്ട് എന്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ, പിന്നെന്താ? വെല്ലുവിളിയൊന്നുമല്ല, ആവശ്യപ്പെടണം. പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിനുമുള്ള കേസിലാണ് നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനും അധിക്ഷേപ പോസ്റ്റുകൾ ഇടാൻ ഉപയോഗിച്ച ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനുമായി അർജുനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ഒളിവിലിരുന്ന സമയത്ത് പോലീസിനെ പരിഹസിച്ച് പോസ്റ്റുകൾ ഇട്ടത് താനല്ലെന്നും സുഹൃത്തായ പ്രണവാണെന്നുമാണ് അർജുൻ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിലുള്ള പ്രണവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ സൈബർ പോലീസിന്റെ നടപടികൾക്ക് ശേഷം കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രൊഡക്ഷൻ വാറണ്ടുമായി പോലീസ് കോടതിയെ സമീപിക്കും. തുടർച്ചയായി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിലാണ് അർജുൻ നായങ്കിക്കെതിരെ കേരള വിരുദ്ധ സാമൂഹ്യ പ്രവർത്തന പ്രതിരോധ നിയമം ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. അർജുന്റെ മുഴുവൻ ക്രിമിനൽ ചരിത്രവും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഉടൻ തന്നെ അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് പോലീസ് കൈമാറും. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് കണ്ണൂർ. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.